വിശ്വാസത്തിന്റെ അടിത്തറയാണ് രാമായണം, രാമന്റെ യാത്ര. ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഇതിഹാസം വേറെയില്ല. രാമായണം എന്നത് വാൽമീകി എഴുതിയ വെറും കെട്ടുകഥയാണെന്നും എന്നാൽ രാമായണം പണ്ട് പുരാതന കാലത്ത്, അതായത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെന്നും ഇന്നും ഇതിന്റെ തെളിവ് ഭാരതത്തിലും ശ്രീലങ്കയിലുമായി അവശേഷിക്കുന്നുവെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ രാമായണം എന്നത് സത്യമാണ്, ഒരു കെട്ടുകഥയല്ല എന്ന് വിളിച്ചോടുന്ന ധാരാളം തെളിവുകൾ ഭാരതത്തിലും ശ്രീലങ്കയിലും ഇന്നും അവശേഷിക്കുന്നു. കൃഷ്ണൻ തലയർത്തെറിഞ്ഞത് ഇവിടെ നിന്നാണ്. ആ ശിരസ് ചെന്ന് വീണത് മാതംഗ മലയിലായിരുന്നു. പിന്നീട് മുനിശാപത്തെ തുടർന്ന് ആ മല വാലിക്കേറ മല എന്നറിയപ്പെട്ടു. സുഗ്രീവനുമായി സഖ്യത്തിലെത്തിയ ശ്രീരാമൻ ഒളിയം പെയ്ത് വാലിയെ വധിച്ചതും ഇവിടെ വെച്ചാണ്. ഹംപിയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് കിഷ്കിന്ധ ഇന്ന്. സീതാദേവി അപകരിച്ചു പോകുന്ന രാവണനെ തടയാൻ ജഡായു തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു. ഇതിനിടയിൽ രാവണൻ ജഡായുവിന്റെ ചിറകെറിഞ്ഞ് വീഴ്ത്തുന്നു. പിന്നീട് രാമലക്ഷ്മണന്മാർ ക്ഷീണിതനായി കിടക്കുന്ന ജഡായുവിനെ കണ്ടുമുട്ടുകയും നടന്ന കാര്യങ്ങൾ ജഡായു അവരോട് പറയുകയും ചെയ്തു. അവിടെ വെച്ച് ശ്രീരാമൻ ജഡായുവിന് മോക്ഷം നൽകുന്നു. ലേ പക്ഷി എന്ന പവിന്റെ പരമാവധി ശ്രമിക്കുന്നു. ഇതിനിടയിൽ രാമലക്ഷ്മണന്മാർ ക്ഷീണിതനായി കിടക്കുന്ന ജഡായുവിനെ കണ്ടുമുട്ടുകയും നടന്ന കാര്യങ്ങൾ ജഡായു അവരോട് പറയുകയും ചെയ്തു. അവിടെ വെച്ച് ശ്രീരാമൻ ജഡായുവിന് മോക്ഷം നൽകുന്നു. ലേ പക്ഷി എന്ന് പറഞ്ഞാണ് മോക്ഷം നൽകിയത്. ലേ പക്ഷി എന്നാൽ ഉയർത്തെഴുന്നേക്കും പക്ഷി. ബാംഗ്ലൂരിനടുത്തുള്ള ഹിംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലേ പക്ഷി എന്നൊരു ഗ്രാമവും ഒരു ക്ഷേത്രവും ഇന്നുമുണ്ട്. രാവണൻ സീതാദേവി ലങ്കയിലേക്ക് കടത്തിക്കൊണ്ട് പോകും വഴി ഒരു ഗുഹയിൽ പാർപ്പിച്ചിരുന്നു. ആ ഗുഹയാണ് രാവണ ഗുഹ. ഇന്നും നമുക്ക് അവിടെ നാഗങ്ങളുടെ രൂപത്തിലുള്ള ശിലകളോട് കൂടി ഗുഹ കാണാൻ സാധിക്കുന്നതാണ്. ശ്രീലങ്കയിലെ നുവാര ഇലിയ കുന്നിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അശോകവനത്തിൽ സീതാദേവി ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ദേവിയെ കാണുവാനായി തന്റെ ഭീമാകാരമായ പൂർണ്ണ രൂപം പ്രാപിച്ച ആദ്യ ചുവടുകൾ വെച്ച സങ്കല്പത്തിൽ ഇന്നും ഹനുമാന്റെ പാദങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ശ്രീലങ്കയിലെ നുവാര ഇലിയ സീതാദേവി ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലായാണ് ഹനുമാന്റെ പാദങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കുക. സീതാദേവി എന്ന അശോകവനം ഇന്ന് ശ്രീലങ്കൻ സർക്കാർ ബൊട്ടാണിക്കൽ ഗാർഡനായി സംരക്ഷിച്ചു പോവുകയാണ്. രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന രാമസേതു സീതയെ അപകരിച്ച രാവണനിൽ നിന്നും സീതയെ മോചിപ്പിക്കാനായി മുന്നിട്ടിറങ്ങിയ ശ്രീരാമചന്ദ്രനും വാനരപ്പടയും ചേർന്ന് നിർമ്മിച്ചതാണ്. ഹനുമാനും സുഗ്രീവനും രാമലക്ഷ്മണന്മാരും ഇതുവഴി ലങ്കയിലെത്തി സീതാദേവിയെ മോചിപ്പിച്ചു. പൊങ്ങിക്കിടക്കുന്ന പ്രത്യേകതരം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച രാമസേതുവിന്റെ അവശിഷ്ടങ്ങൾ സമുദ്രത്തിനടിയിൽ നിന്ന് ലഭിക്കുകയും ശാസ്ത്രലോകം സമുദ്രാന്ത പഠനത്തിന്റെ ഭാഗമായി ഈ കല്ലുകൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ് പണിത മനുഷ്യനിർമ്മിത പാലങ്ങളാണെന്നും സ്ഥിരീകരിച്ചു. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരി ഹരി ഓം രാമ 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 രാമ. എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ കൃത്സ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം രാമായണം എന്ന് പറയുന്ന ആ ഒരു കഥ, അതൊരു കെട്ടുകഥയാണ്, അത് യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഈശ്വരവാദികൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ പണ്ടത്തെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള പല ആർക്കിയോളജികൾ പുരാതന വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തെളിവുകൾ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതെങ്കിൽ ആ തെളിവുകളെയും പൊളിച്ചെടുക്കാനുള്ള പല രീതിയിലുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ഞാനും അങ്ങോട്ട് പറയും. ഓക്കെ, അപ്പോൾ എല്ലാവരും രാമ 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 രാമ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാമായണത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവണനെ പറ്റിയാണ്. അപ്പോൾ ഈ രാവണനെ പറ്റി പറയുകയാണെങ്കിൽ, രാവണൻ ഒരു ദിവസം സീതയും കൊണ്ട് പുഷ്പക വിമാനത്തിൽ പറന്നു പോയപ്പോൾ ജഡായു ഒരു അരിഞ്ഞ് തറയിലിട്ടു എന്ന് പറയുന്നുണ്ട്. ഒരു വാള് കൊണ്ടാണ് അത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വാളെന്ന് പറയുന്ന സാധനം 10,000 വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. വാളെന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിച്ചിട്ട് മിനിമം വാളിൻ്റെ ഒരു സംഭവം രൂപപ്പെട്ട് വന്നത് ഒരു 3,000 വർഷങ്ങളൊക്കെ ആയി കാണും. മനസ്സിലായില്ലേ? 10,000 വർഷങ്ങൾക്ക് മുമ്പേ ഈ പറയുന്ന പോലെ വാള് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാവണൻ ജഡായുവിന് ചിറകഴിഞ്ഞിട്ടു എന്ന് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്ത തെളിവുകളായിട്ട് ശാസ്ത്രീയമായ ഇത് വർഷമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, രാവണൻ എന്ത് ചെയ്തു? കൈലാസത്ത് തപസ് ചെയ്ത് എന്തോന്നും ചെയ്തു? ശിവൻ എന്തോന്ന് ചെയ്തു? രാവണൻ ഒരു വാള് കൊടുത്തു. മനസ്സിലായില്ലേ? ഈ വാള് കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, 10,000 വർഷങ്ങൾക്ക് മുമ്പ് ശിവൻ കൊടുത്തു എന്ന് പറയുന്നത്. അതിന് ഇവിടെ ശിവന്റെ കയ്യിലിരിക്കുന്ന ശൂലം പോലും ഈ പറയുന്ന പോലെ, ഈ ശിവന്റെ കയ്യിലിരിക്കുന്ന ശൂലത്തിന് പോലും ഈ പറയുന്ന പോലെ അത് ഉണ്ടാക്കണമെങ്കിൽ നല്ല ഇരുമ്പ് വെച്ചാണ് അത് ഉണ്ടാക്കാനുള്ളത്. മനസ്സിലായില്ലേ? ആ ശൂലത്തിന് പോലും 10,000 വർഷം പഴക്കമില്ല. ആ ശൂലം എന്ന് പറയുന്ന സംഭവം 10,000 വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിച്ചിട്ടേ ഇല്ല. മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടില്ല. ഒരു ആർക്കിയോളജിക്കൽ പുരാതന വസ്തുക്കളുള്ളവർ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകളും അങ്ങനെ അഥവാ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഇന്നത്തെ രാത്രി വരെയുള്ള ഇന്നത്തെ രാത്രി ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഈശ്വരവാദികൾ അങ്ങനെ അതിനെ അനുകൂലിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തെളിവുകൾ കൊണ്ടുപോയേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത 3ാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം തെളിവുകളായി നിരത്തുന്ന കുറച്ച് കാര്യങ്ങളാണ്. 1ാമത്തെ കാര്യം, രാമേശ്വരത്ത് പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ,
അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ഈ കല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. ആ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് സ്റ്റോൺ എന്നാണ് അതിന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് പൊങ്ങിക്കിടക്കുന്നത്? വെള്ളത്തിൻ്റെ ആ ഒരു വെള്ളത്തിനെ കാട്ടിയും ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം ബോർഡത്ത് ഒരു എവിടെയെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഇട്ടാലോ, ഇല്ലെങ്കിൽ എന്തിനു പറയുന്നു, ഒരു വെയിറ്റ് കുറഞ്ഞൊരു സാധനം എടുത്ത്, അല്ലെങ്കിൽ എന്തായാലും ഒരു തടിയെടുത്ത് നമ്മളൊരു വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കും. കാരണം അതുപോലെയാണ് ഈ ഫ്ലോട്ടിംഗ് സ്റ്റോണിൻ്റെ കാര്യം. ഫ്ലോട്ടിംഗ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കല്ലുകളുടെ ഇടയിൽ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. അത് കല്ലുകളെ കുറച്ചും കൂടെ വെള്ളത്തിൽ നിന്നും പൊങ്ങിക്കിടക്കാൻ സഹായിക്കും. ഈ കല്ലുകൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കിയോളജിക്കലി അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യനിർമ്മിതമാണെന്ന് ഇന്നേ അവരെ തെളിയിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, മെസ്പെട്ടോമിയുടെ ആ ഒരു സംസ്കാര സമയത്തൊക്കെ നമുക്കറിയാം കല്ലുകൊണ്ടുള്ള വീടുകളും കല്ലുകൊണ്ടുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കല്ലുകൊണ്ട് ഒരിക്കലും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? കല്ലുകൊണ്ടാണ് ചെയ്തത്. മനുഷ്യനിർമ്മിതമാണെന്ന് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യനിർമ്മിതമല്ല, അത് പ്രകൃതിയിലുള്ള സംഭവമാണ്. 17 വർഷങ്ങൾക്ക് മുമ്പേ പഴക്കമുള്ള കല്ലുകളൊക്കെ തന്നെയാണ്. എന്നാൽ പോലും അത് മനുഷ്യനിർമ്മിതമാണെന്ന് ഇന്നേ വരെ തെളിയിച്ചിട്ടില്ല. അങ്ങനെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും തെളിവുകൾ നിങ്ങൾ ഈശ്വരവാദികൾ കൊണ്ടുവരണം. അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം രാമസേതു, അതേപോലത്തെ പല കാര്യങ്ങളും. അവിടുത്തെ കാൽപാദം, ശ്രീരാമൻ്റെ കാൽപാദത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രീരാമൻ്റെ കാൽപാദം എന്ന് പറയുമ്പോൾ അവിടെ തെളിഞ്ഞു കിടക്കും. ഒരു കാരണം വെച്ചാലും ഒരു മനുഷ്യൻ ഒരു പാറ ഒരു സ്ഥലത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ ആ പാദം അവിടെ തെളിയത്തില്ല. മനസ്സിലായില്ലേ? ഇനി ശ്രീരാമൻ്റെ കാൽപ്പാദം അവിടെ ചവിട്ടിയെന്ന് ഇരിക്കട്ടെ, അതങ്ങനെ ഒരു ശ്രീരാമൻ എന്ന് പറയുമ്പോൾ ദൈവമാണെന്ന് ഒരിടത്തും പറഞ്ഞില്ല. ശ്രീരാമൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ പിറവി കൊണ്ട ഒരു വ്യക്തി എന്നാണ് മഹാഭാരതത്തിൽ ഇതേപോലെ രാമായണത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീരാമൻ്റെ കാലിന് ഇത്രയും വലിപ്പം എന്താണ്? ഒരു മനുഷ്യനെ കാട്ടിയും കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണ് ശ്രീരാമൻ്റെ കാല്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സാധാരണ മനുഷ്യനെ കാട്ടി. അത് മാത്രമല്ല, ഈ ശ്രീരാമൻ്റെ കാലുകളിൽ പാറയിൽ തുളങ്ങിയിരിക്കുന്ന സംഭവം കണ്ടിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ പറയാ വെച്ച് പതിഞ്ഞ ഭാഗമായിരിക്കുന്നു. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഒരു കാൽപാദം പതിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകും. മനസ്സിലായില്ലേ? ഇനി ഇവർ ചെയ്യുന്ന ഒരു പരിപാടി, അന്നത്തെ കാലത്ത് ഈ ശില്പികൾ കൂടുതലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ പ്രതിമകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതലായിരുന്നു. കല്ലുകൾ കൊണ്ടുള്ള പ്രതിമകളും കല്ലുകൊണ്ടുള്ള വിഗ്രഹങ്ങളും ഉണ്ടാകുന്ന ആൾക്കാർ കൂടുതലായിരുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു വ്യാജമായ ഒരു പാറയിൽ പതിഞ്ഞ ഒരു കാൽപാദത്തിൻ്റെ രൂപം മനസ്സിലായാലും ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളായിട്ട് പറ്റും. അത് മനസ്സിലാക്കണം. അതും ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് ഓർമ്മിക്കണം. പിന്നെ അന്നത്തെ സമയത്ത് രാമായണ യുദ്ധ സമയത്ത് കുതിരകളെ പറ്റി നമ്മളൊന്ന് എടുത്ത് പറയേണ്ട കാര്യം. കുതിരകൾ, അതേപോലെ പടച്ചട്ടകൾ, അതേപോലെ രാവണൻ്റെ എന്തോന്നാണ് ഇൻസ്ട്രുമെൻ്റ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതിനൊക്കെ പറ്റി ഞാൻ ഇനി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഒരു ശ്രദ്ധിച്ച് കേൾക്കാം. പടച്ചട്ടയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പടച്ചട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവണൻ്റെ പടച്ചട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്, മനസ്സിലായില്ലേ? വളരെ പവർഫുള്ളായ പടച്ചട്ട എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു പടച്ചട്ട ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് പറയണം നിങ്ങൾ. മൃഗങ്ങളുടെ തോല് മതിയോ? പാറകൾ മതിയോ? ഒന്നും പോരാ. ഇരുമ്പ് കൊണ്ടുള്ള സാധനങ്ങൾ വേണം. ഇരുമ്പ് കൊണ്ടും ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇരുമ്പ് നല്ല അത്യാവശ്യം ബുള്ളറ്റ് വരെ പ്രൂഫ് ചെയ്യണമെങ്കിൽ നല്ല അത്യാവശ്യം ഇരുമ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ വേണം. മനസ്സിലായോ? അപ്പോൾ ഈ രാവണൻ്റെ പടച്ചട്ട എന്നൊക്കെ നിങ്ങൾ ഈ പറയുന്ന സംഭവം എന്താണ്? ഒരു വാള് വെട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കൊന്നും പറ്റാൻ പാടില്ല. അതാണ് പടച്ചട്ടയുടെ ക്വാളിറ്റി. ഈ പടച്ചട്ട ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അന്ന് ഇല്ലായിരുന്നു എന്നാണ് ശാസ്ത്രപരമായി പറഞ്ഞിട്ടുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇരുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നത് ജനങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ രാവണൻ്റെ പടച്ചട്ടയൊക്കെ ഉണ്ടാക്കുന്നത്? അതും മനസ്സിലാക്കണം. അതും ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ. അമ്പും ബില്ലുമെന്ന് പറയുന്നുണ്ട്. അമ്പും ബില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അന്നത്തെ ജനങ്ങൾക്കുള്ള അമ്പും ബില്ലും കൊണ്ട് ഒരു മൃഗങ്ങളെ വേട്ടയാടി കൊല്ലാൻ കുറച്ച് പാടാണ്. മനസ്സിലായില്ലേ? അതും കൂടെ ചിന്തിക്കണം. അതും ഇത്രയും ദൂരം അതും പോയിട്ട് രാവണന് 10 തലയുണ്ടെന്ന് പറയുന്നു.
10 തലയുണ്ടെന്നാണ് പറയുന്നത് രാവണന്. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഈ മതവിശ്വാസികൾ അത് കള്ളമാണെന്ന് തെളിഞ്ഞപ്പോൾ കണ്ടെത്തിയൊരു കാര്യമാണ് കണ്ടെത്തിയൊരു കാര്യമാണ് ഈ പറയുന്നത് പോലെ ഈ രാവണൻ്റെ 10 തല 10 രാവണൻ്റെ ബുദ്ധിയെ പറ്റിയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ പോലെ ഹനുമാൻ്റെ കയ്യിരിക്കുന്ന ഗതകൾ പോലും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഈ മഹാഭാരത യുദ്ധത്തിനെ പറ്റി നിങ്ങൾ പറയുന്ന ഈ തെളിവുകളൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങളൊന്ന് പറയണം. അതിനെ പറ്റിയൊന്ന് നിങ്ങൾ പറയണം. മനസ്സിലായില്ലേ? വാള് കണ്ടുപിടിച്ചില്ല, ഗത കണ്ടുപിടിച്ചില്ല, ഒരു സാധനവും കണ്ടുപിടിച്ചില്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് രാമായണത്തിൽ യുദ്ധം നടന്നിട്ടുണ്ടെന്ന്, അതും വ്യാജമായ തെളിവുകൾ. പിന്നെ തെളിവുകളിലോട്ട് ഞാൻ വരികയാണെങ്കിൽ വേറൊരു തെളിവുണ്ട്. എന്താണ്? ആനയുടെ അസ്ഥികൂടങ്ങളെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, എവിടെന്നെങ്കിലും ആരെങ്കിലും ചത്ത് കിടക്കുന്ന ഒരു ശവത്തിന് 17 വർഷം മുമ്പ് ആരെങ്കിലും മരിച്ചു കിടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നുണ്ട് അത് രാമായണത്തിന് ഇതാണെന്ന് പറയും. ഈ രാവണൻ്റെ അസ്ഥികൂടം രാവണനെ അടക്കിയ സ്ഥലത്തുള്ള അസ്ഥികൾ കണ്ടുപിടുത്തുന്നവർക്ക് പറയുന്നത്. ഈ അസ്ഥികളെ പറ്റി പറയുകയാണെങ്കിൽ ഈ അസ്ഥികളിൽ, മനസ്സിലായില്ലേ, ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ അസ്ഥികളെന്ന് പറയുന്നത് മനുഷ്യന്മാർ രൂപപ്പെട്ടു വന്ന സമയം മുതൽ എവിടെന്നെങ്കിലുമൊക്കെ ഒരു അസ്ഥികൾ കാണും. ഈ അസ്ഥികൾ എവിടെന്നെങ്കിലും സ്ഥലത്ത് നിന്ന് ഒന്ന് കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് ഉടനെ നിങ്ങൾ പറയുന്നത് രാവണൻ്റെ അസ്ഥി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? തെളിയിച്ചിട്ടൊന്നുമില്ല പല കാര്യങ്ങളും. അതേപോലെ ഹനുമാൻ്റെ കാൽപാദം, അതെന്താണ് ഈ 2 കാൽപാദം എല്ലായിടത്തും അല്ലേ? അതൊക്കെ നമുക്ക് വിടാം. യുദ്ധങ്ങളിൽ നമ്മൾ കൊണ്ടുപോകുന്ന കുതിരകളെ ആ സമയത്ത് കൊണ്ടുപോകുന്ന മഹാഭാരതം പോട്ട് രാമായണത്തിൽ പോകുന്ന കുതിരകളെ പറ്റി പറയാം. കുതിരകളെ പറ്റി പറയുകയാണെങ്കിൽ മനുഷ്യന്മാർ കുതിരകളെ ഒന്ന് ഇണക്കി യൂസ് ചെയ്ത് തുടങ്ങിയത് എപ്പോഴൊക്കെയാണെന്ന് അറിയാമോ? അതും ഈ പറയുന്ന പോലെ എന്തോന്നാണ് 6000 വർഷങ്ങൾക്ക് പിറകോട്ടാണ്. മനസ്സിലായില്ല? 6000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ വരെ ഈ കുതിരകളെ ഇണക്കി മനുഷ്യൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ പറയുന്നു. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. ഇത് ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ ഈ ബാലന്റെ കേസിൽ നമ്മൾ പല മണ്ടന്മാരും വലിയ ലെജൻഡായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കണം. ശ്രീ നരഹരി ആചാര്യ എന്ന് പറയുന്ന ഒരു മണ്ടൻ പോലും ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന് ഉണ്ടാക്കി പ്രചരിപ്പിച്ച പല ബുക്കുകളും, രാമായണത്തിന്റെ പേരിൽ പ്രചരിപ്പിച്ച പല ബുക്കുകളിലും പറയുന്നത് അന്നത്തെ കാലത്ത് ഈ വാളുകളെയും ഗതകളെയും അതേപോലെ ഈ അമ്പിനെയും വില്ലിനെയും എല്ലാത്തിനെയും എടുത്തു പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഈ ശ്രീ നരഹരി ആചാര്യ അതൊക്കെ ചരിത്രത്തെ പറ്റിയൊരു ജ്ഞാനവും ഇല്ല. വാളും ഗതയെയും പറ്റി എപ്പോഴാണ് അത് കണ്ടുപിടിച്ചതെന്നും അതെന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നും അതിനെ പറ്റിയുള്ള ഒരു ജ്ഞാനവും ഇല്ല. വെറുതെ പറയുന്നുണ്ട്. ഇത് കേട്ട് വിശ്വസിക്കാൻ കുറേ മതവിശ്വാസികളും ഇത് പബ്ലിഷ് ചെയ്യാൻ കുറേ ഇത് വായിക്കാൻ ലൈബ്രറിയിൽ ഒരുപാട് ആൾക്കാരും ഇത് കണ്ട് നോളജായി കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മനസ്സിലായി? ഫുൾ മാനിപ്പുലേഷൻ. വേറെ ഒരു സംഭവം പറയാം. ഒരു അസ്ഥികൂടത്തിൻ്റെ കാര്യം. ഒരു അസ്ഥികൂടത്തെ പറ്റി പറയുകയാണെങ്കിൽ രാവണൻ്റെ അസ്ഥികൂടം കണ്ടുപിടിച്ചെന്ന് വെച്ചോ 17 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു കേൾക്കട്ടെ, ഒരു മഹാനായ വ്യക്തിയുടെ അസ്ഥിയായിരിക്കാം. പറഞ്ഞ് അത് രാവണൻ്റെ അസ്ഥിയായിട്ട് വർഷങ്ങൾ കഴിയും തോറും അതങ്ങനെ കൊണ്ടുപോയി. പക്ഷേ ഈ പറഞ്ഞത് എന്തോന്ന് സാധാരണ ഒരു മനുഷ്യനായിരിക്കും അത്. മനസ്സിലായില്ലേ? ഫുൾ മാനിപ്പുലേറ്റഡ് ആണ്. മനസ്സിലായി? നമ്മൾ ഈ പറഞ്ഞ കൊത്തിവെച്ച കല്ലുകൾ പോലും മാനിപ്പുലേറ്റഡ് ആണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഫ്യൂച്ചറിൽ വരുന്ന ആൾക്കാരെ മണ്ടന്മാരാക്കാൻ വേണ്ടി അന്നത്തെ ജനങ്ങൾ ചെയ്തു വെച്ച ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് കൃത്യമായി അറിയാം ഓരോ വർഷങ്ങൾ കഴിയും തോറും സ്റ്റോറിയുടെ ഈ വികസിച്ച് വരും. മനസ്സിലായില്ല? അങ്ങനെ വികസിച്ച് വന്നൊരു സംഭവമാണ് ഈ രാമായണം. പക്ഷേ ഈ രാമായണത്തിൽ പറഞ്ഞ പല മൂല്യങ്ങളും കറക്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ സംഭവം സ്റ്റോറിയാണ്, കെട്ടുകഥയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് ശരിക്കും നടന്നൊരു സംഭവമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ തെളിവുകൾ കൊണ്ടുവരട്ടെ, അല്ലേ? അതല്ലായിരുന്നു ശരി. ഞാൻ ഇത്രയും തെളിവുകൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മതത്തിന് ഇവർക്ക് ആ സമയത്ത് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. മതങ്ങളെ ഉണ്ടാക്കി ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അന്നത്തെ ജനങ്ങൾ ഉണ്ടാക്കിയെടുത്ത വ്യാജ തെളിവുകളാണ്
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ പരിപാടികളാണ്, മനസ്സിലായി മനുഷ്യന്മാർ. ഈ 17 വർഷങ്ങൾക്ക് മുമ്പേ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 17 വർഷങ്ങൾക്ക് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഒരുമാതിരിപ്പെട്ട ആൾക്കാർ അവർ കൂടുതലും കല്ലുകൾ കൊണ്ടുള്ള വർക്കുകളാണ് ചെയ്തു വരുന്നത്. കല്ലുകൾ കൊണ്ടുള്ള വിഗ്രഹങ്ങൾ, അല്ല കല്ലുകൾ കൊണ്ടുള്ള പ്രതിമകൾ, കല്ലുകൾ കൊണ്ടുള്ള വീടുകൾ, ഇങ്ങനെ ജീവിച്ചു പോയ ആൾക്കാരാണ്. അപ്പോൾ അന്നത്തെ അന്നത്തെ സമയം തൊട്ടേ മതങ്ങളെ തലക്കി പിടിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഈ ആൾക്കാർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ മണ്ടന്മാരാക്കാൻ വേണ്ടി പറഞ്ഞ് ഇപ്പോൾ 2025 വരെയും ഇവരുടെ ഈ കള്ള പ്രചരണം കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പുതിയ ആൾക്കാരെ, ന്യൂജനായിട്ടുള്ള ആൾക്കാർ പോയി ഇതിൽ നിന്ന് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഈ വ്യാജ തെളിവുകളുടെ കാര്യം, മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് കാരണമുണ്ട്. പിന്നെ രാവണൻ്റെ ഇതേപോലെ ഉപകരണം, ഈ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടാക്കാനുള്ള ഇതൊന്നും ആ സമയത്തൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 17 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ കുരങ്ങിൽ നിന്ന് പരിണമിച്ച് ഒരു വിധ ബുദ്ധി ഉറച്ചു വന്ന സമയമായിരുന്നു, മനസ്സിലായില്ലേ? ബുദ്ധി ചെറുതായിട്ട് ഉറച്ചു വരുന്ന സമയമായിരുന്നു ഈ 17 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞ ഈ ഒരു സമയം. അന്നത്തെ സമയത്തൊക്കെ ഈ പറയുന്ന പോലെ ഇത്രയും വാളും ഗതയും അതേപോലെ മഹാഭാരത യുദ്ധത്തിനുള്ള ഒരു കുതിരകളും ഇതൊന്നും കണ്ടുപിടിച്ചൊന്നുമില്ല, മനസ്സിലായില്ലേ? കുതിരകളെ യുദ്ധത്തിനൊന്നും കൊണ്ടുപോയിട്ട് പോലുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ പുഷ്പക വിമാനം, ഇതൊന്നും കേട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക, ഇതൊക്കെ മൊത്തം ഫേക്കായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഫ്യൂച്ചറിസ്റ്റ് ഇതൊരു മാനിപ്പുലേഷനാണ്, മതത്തിനെ ഉപയോഗിക്കണം. അന്ന് മതത്തിനെ കൂടുതൽ മതം വെച്ച് എല്ലാവർക്കും വിറ്റ് പൈസ ഉണ്ടാക്കുക, മതത്തിനെ കൂടുതൽ വെച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണത്, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി 100 കള്ളങ്ങൾ പറയേണ്ടി വരും. ആ 100 കള്ളങ്ങൾ പറഞ്ഞ് അതൊരു 1000 കള്ളങ്ങളായി, അതൊരു 2000 കള്ളങ്ങളായി. അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കിയൊരു കെട്ടുകഥയാണ് രാമായണം. പക്ഷേ ഈ രാമായണത്തിൽ പല മനുഷ്യന് ഉപകാരപ്പെടുന്ന മൂല്യങ്ങളുമാണ്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലായി? അത്രയേ ഉള്ളൂ. ഇതാണ് രാമായണത്തിനെ പറ്റി പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കല്ലുകളുടെ, ഞാൻ പറഞ്ഞ് പിന്നെ കോവിലുകളുടെ കാര്യം. കോവിലുകൾക്കൊക്കെ 17 വർഷം പഴക്കമുണ്ട്. കാരണം അന്നത്തെ ജനങ്ങൾ ഞാൻ പറഞ്ഞു പാറകൾ കൊണ്ടുള്ള ഇതൊക്കെയാണ്, കല്ലുകൾ കൊണ്ടും പാറകൾ കൊണ്ടുള്ള വീടുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആ സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ജനങ്ങൾ ഈ പറഞ്ഞ വീടുകളൊക്കെ അവർ നിർമ്മിക്കാറുണ്ട്, പാറകൾ കൊണ്ടുള്ള അവർക്ക് രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കാറുണ്ട്, മനസ്സിലായില്ലേ? അന്നത്തെ ജനങ്ങൾ അതൊക്കെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഈ പറയുന്ന രാമായണത്തിൻ്റെ സംഭവമാണെന്ന് ഇവർ കെട്ടുകഥയായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ തെളിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു അന്നത്തെ കാലത്ത് കണ്ടുപിടിക്കാത്ത പല വാളും ഗതയും ഉപകരണങ്ങളും പടച്ചട്ടയും കുതിരകളൊക്കെ വെച്ച് ഇവർ ഇങ്ങനെ കഥകൾ മെനയുകയാണെങ്കിൽ ഇവർക്ക് എന്തൊക്കെ കഥകൾ മെനയാൻ പറ്റും? അന്നത്തെ ജനങ്ങളൊക്കെ ഒരു ദൈവത്തെ പോലെ ആരാധിച്ചിരുന്ന ഒരു ആൽഫ മരിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അസ്ഥി അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ രാവണൻ്റെ പേര് വിട്ട് അദ്ദേഹം അങ്ങനെ ഒരു വ്യാജ പേര് വിട്ട് അത് പ്രചരിക്കാൻ തുടങ്ങിയ സംഭവമൊക്കെയാണ് ഈ അസ്ഥികൾ കൂടങ്ങൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ മൃഗങ്ങൾ അവശിഷ്ടങ്ങൾ, അതൊക്കെ കറക്റ്റുള്ള സംഭവം തന്നെയാണ്. മൃഗങ്ങൾ അവശിഷ്ടമൊക്കെ 17 വർഷം പഴക്കമൊക്കെ വരുന്നത്, അത് മനസ്സിലായില്ലേ? അതും ഈ പറഞ്ഞ മാനിപ്പുലേഷൻ തന്നെയാണ്. അതേപോലെ തന്നെ കോവിലുകളുടെയും ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പൊളിച്ചടുക്കി. ഈ ജഡായുവിൻ്റെ വാള്, ജഡായുവിൻ്റെ ചിറവ് അരിഞ്ഞു, അതേപോലെ ശിവൻ്റെ കയ്യിൽ നിന്ന് രാവണൻ വാള് വാങ്ങി, ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ശരാശരി വിവരമുള്ളവർക്ക് മനസ്സിലാവും, രാമായണം 100% കെട്ടുകഥയാണ്. ഇത്രയും തെളിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 100% വ്യാജമായ കഥയാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ കൊണ്ടുവരിക. ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ഈ പറഞ്ഞ തെളിവുകൾക്ക് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ധൈര്യമായി വന്ന് കമൻറ്റ് ചെയ്യുക. അത് ഞാൻ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിന് വീഡിയോ ചെയ്യാൻ എനിക്കൊരു മടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈശ്വരവാദികൾ വന്ന് ചോദിക്കുക, അപ്പോൾ അതിനുള്ള എൻ്റേതായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഈ പുരാതന വസ്തുക്കൾ, പുരാതന സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ മാനിപ്പുലേഷൻ ആണെന്നും നിങ്ങളൊക്കെ മനസ്സിലായല്ലോ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഒരു ഫ്ലോട്ടിംഗ് സ്റ്റോണിൻ്റെ സംഭവം കണ്ടിട്ട് അത് ഹനുമാൻ നിർമ്മിച്ചതാണെന്ന് പറയുന്നു.
ഇത്രയും ദൂരങ്ങൾ വാനര കൂട്ടങ്ങൾ വന്ന് നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാകും അത് മനുഷ്യനിർമ്മിതമായെന്നൊന്ന് ശാസ്ത്രപരമായി കണ്ടുപിടിച്ചിട്ട്. നിങ്ങൾ ശാസ്ത്രത്തെ വിശ്വസിക്കും, എന്തിനാണ് ഈ പറയുന്ന പോലെ കെട്ടുകഥകളെ വിശ്വസിക്കുന്നത്? മനസ്സിലായോ? ആത്മീയതയൊക്കെ വിശ്വസിക്കേണ്ട കാര്യം എന്തിനാണ്? നിങ്ങൾ ശാസ്ത്രത്തിനെ വിശ്വസിക്കും. അത് മനുഷ്യനിർമ്മിതമാണെന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ആ പറയുന്ന കല്ലുകൾ, രാമസേതുവിലുള്ള കല്ലുകൾ, രാമസേതുവിലെ രാമേശ്വരം എന്ന് പറയും. പക്ഷേ ആ കല്ലുകൾ എന്തായാലും ഫ്ലോട്ടിംഗ് സ്റ്റോണുകളാണ്. ആ ഫ്ലോട്ടിംഗ് സ്റ്റോണ് പ്രകൃതിപരമായി രൂപപ്പെട്ട കല്ലുകളെ മനുഷ്യനിർമ്മിതമാണെന്ന് ഇന്നേ വരെ കണ്ടുപിടിച്ചില്ല, ശാസ്ത്രീയമായി കണ്ടുപിടിച്ചില്ല. അങ്ങനെ ഉണ്ടാക്കാനും പറ്റത്തില്ല എന്നാണ്, ഒരു മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? മനുഷ്യന്മാരായാലും എന്തിനെ കൊണ്ടായാലും അത് പ്രകൃതിയിലേക്ക് ഉണ്ടാകുന്ന സംഭവമാണ്. അതുമാത്രമല്ല, കല്ലുകൾക്ക് 17 വർഷങ്ങൾക്ക് കൂടുതലും പഴക്കമുണ്ട്. മനസ്സിലായില്ലേ? അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പഴക്കമുള്ള സ്ഥലത്തുള്ള ഫ്ലോട്ടിംഗ് സ്റ്റോണാണ്. ഇപ്പോൾ നമുക്ക് ബർമുഡ ട്രയാങ്കിളിനെ പറ്റി പറയാം. അതും ഇതുപോലെ വർഷങ്ങൾക്ക് പഴക്കമുള്ള സംഭവങ്ങളാണ്. അതുപോലത്തെ സംഭവമാണ് ഈ കല്ലുകളെന്ന് പറയുന്നത്. അതൊരു അത്ഭുതമായി കണ്ട് അതേപോലെ ഇതാണ് സംഭവം. ഇതൊന്നും ഒന്നുമല്ല സംഭവം. ഇതൊക്കെ ബേസിക് കാര്യം. ഇനിയും തെളിവുകൾ പൊളിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇനിയും വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും. രാമായണത്തിനെ പറ്റി ഇനി 2-3 വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പേ ഇനി മഹാഭാരതത്തിനെ പറ്റി പറയും. മഹാഭാരതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ഇതേപോലത്തെ ഒരുപാട് വ്യാജ തെളിവുകളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. ആ വ്യാജ തെളിവുകളെ പൊളിച്ചെടുക്കുന്ന പല സംഭവങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് കേൾക്കുക. ഇനി അടുത്ത് വരാൻ പറഞ്ഞ മഹാഭാരതമാണ്. ഓക്കെ, അപ്പോൾ ഇത് പക്ഷേ ഇത് ഈ പാട്ട് തീർന്നിട്ടൊന്നുമില്ല. ഇത് ഫസ്റ്റ് പാട്ടായി നിങ്ങളൊന്ന് കണക്ക് കൂട്ടണം. ഈ പറഞ്ഞ രാമായണത്തിൻ്റെ കേസ് മനസ്സിലായി. ഇനിയും ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമുണ്ട്. എനിക്കറിയാം എൻ്റെ എക്സ്പ്ലനേഷൻ കുറഞ്ഞു പോയി. ഇനി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ സാഹചര്യങ്ങളും സമയത്തും ഇതൊക്കെ കൊണ്ട് ജസ്റ്റ് ചുരുക്കി ഒരു സംഭവം ചെയ്തതന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ എല്ലാം നിർത്തുന്നതാണ്. പിന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഈ വായിക്കുന്ന രാമായണം മുഴുവൻ കെട്ടുകഥയല്ലേ? ഇത്രയും കാര്യങ്ങൾ കെട്ടുകഥയായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. രാമൻ്റെ കാര്യവും രാവണൻ്റെ കാര്യമൊക്കെ തെറ്റാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അവിടെ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വായിക്കുന്ന പല കാര്യങ്ങളും തെറ്റല്ലേ? ആണ്, 100% തെറ്റാണ്. പിന്നെ മനുഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, അവരുടെ ജീവിതത്തിൽ അവരുടെ ഡിസിപ്ലിൻ കൂട്ടുന്ന പല കാര്യങ്ങളും രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇതൊരു കെട്ടുകഥയാണെന്ന് ഓർമ്മിക്കണം. സ്പൈഡർമാനും സൂപ്പർമാനും പോലെ ഒരു കൊച്ചു ജീവിതത്തിൽ നമ്മളൊരു കഥ കാണുന്നത് ഒരു കഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അത് മാത്രം ചിന്തിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് ഈ പറഞ്ഞ രാമായണം. അതിൽ കൂടുതലായിട്ട് ഇതിലൊന്നും കാണേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞ് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാമെങ്കിൽ മനസ്സിലായില്ലേ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പഴയ ആൾക്കാർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് പഴയ ആൾക്കാർ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത വ്യാജ തെളിവുകളാണ് നിങ്ങൾ കാണുന്നത്. ഈ സാധാരണ മനുഷ്യനെ രൂപം കണ്ടിട്ട് അതിനെ രാവണൻ എന്ന് പറയുന്ന പേരിട്ട് അത് ഞങ്ങൾ പ്രചരിപ്പിക്കും. അതേപോലെ തന്നെ എവിടെ നിന്നെങ്കിലും അസ്ഥികളോ തലയോട്ടികളോ അന്നത്തെ കാലഘട്ടത്തിൽ ഫേമസ് ആയ ആളിൻ്റെ അസ്ഥിയോ തലയോട്ടിയോ കണ്ടു കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്തുള്ള രാമൻ്റെ മൃതശരീരമാണെന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയണം, അതൊരു എക്സാമ്പിളാണ്. അതിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 100% തെറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മതം തലയ്ക്ക് പിടിച്ച് ഒന്നേ പറയുള്ളൂ, ഈ സാധനങ്ങളൊക്കെ ദൂരെ കളയുക. ദൂരെ കളഞ്ഞ് നിങ്ങൾ ചിന്തിക്കുക, അത്രേ പറയും. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ജെട്ടി എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ മണ്ണിൽ കുഴിച്ചിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു അത് സ്പൈഡർമാൻ പറന്നു പോയപ്പോൾ ഊരി വീഴുന്ന ജെട്ടിയാണ് ഈ ജെട്ടി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ 4-5 കൂട്ടുകാരന്മാരടുത്ത് പറഞ്ഞു. വിവരമില്ലാത്ത കൂട്ടുകാരന്മാരടുത്ത് പറഞ്ഞു. ഈ കൂട്ടുകാരന്മാരിൽ വേറൊരു കൂട്ടുകാരന്മാരടുത്ത് പറയും. അതും അങ്ങനെ പ്രചരിക്കും. അങ്ങനെ പ്രചരിച്ച് ഇത് സ്പൈഡർമാൻ്റെ സൂപ്പർമാൻ പറന്നു വീണ പൂരി വീണ ജെട്ടിയാണെന്നുള്ള രീതിയിൽ നാട് മുഴുവൻ അത് പ്രചരിച്ച് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവം. ഇനി ഈ ഒരു സംഭവം ഇനി എനിക്ക് 50 വർഷം കഴിഞ്ഞാലും എൻ്റെ ജെട്ടിയെ അവർ സൂപ്പർമാൻ ജെട്ടിയായിട്ട് അവർ കാണത്തുള്ളൂ. അതുപോലത്തെ സംഭവമാണ് ഈ രാമായണത്തിൽ നടക്കുന്നത്. അതാണ് നിങ്ങൾ ഈ തെളിവുകൾ എന്ന് പറയുന്ന സംഭവത്തിനെ നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. ഇതിനെ പറ്റിയാണ് ഈ തെളിവുകൾ എന്ന് പറയുന്നത്. എല്ലാം അങ്ങനെയാണ്.
എന്തെങ്കിലും ഒരു മൃതശരീരം എന്തെങ്കിലും സംഭവം കൊണ്ടിട്ട് ഇത് തെളിവുകളാണെന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ജെട്ടിയുടെ കേസ് പറയുന്ന എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആ ജെട്ടി എൻ്റെ ജെട്ടിയാണ്, അത് കുഴിച്ചിട്ടത് ഒരു മണ്ണിലാണ്. അപ്പോൾ എനിക്ക് മാത്രമേ അറിയാവൂ ഞാൻ എൻ്റെ ഇനി വരും തലമുറയെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വ്യാജമായ ഒരു സംഭവമാണ് ഇതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെയാണ് പഴയ ആൾക്കാർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പുതുതലമുറയെ പറ്റിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. പുതുതലമുറ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സംഭവമാണ്. ഇനി ഞാൻ മഹാഭാരതം അതും ഞാൻ പറയുന്നതായിരിക്കും.